പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന നാസ്യ സോഷ്യലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തിക്കായിട്ട് പുറപ്പാട് പുസ്തകം 23 അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം, എക്സോഡസ് ചാപ്റ്റർ 23 വേഴ്സ് 2. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. വളരെ അനുഗ്രഹീതമായ ഒരു വചനമാണ്. ഇവിടെ 22 അധ്യായത്തിൽ വിവിധ കുറ്റങ്ങൾക്കുള്ള ശിക്ഷകളെക്കുറിച്ചും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 23 അധ്യായത്തിൽ കള്ളസാക്ഷ്യം പറയാതിരിക്കുന്നതിനെക്കുറിച്ച്, അതോടൊപ്പം തന്നെ മുഖപക്ഷം കാണിക്കരുത്, എന്ത് ചെയ്ത് ദരിദ്രൻ്റെ എന്ന് സമ്മാനം വാങ്ങരുത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ 2 അധ്യായങ്ങളിലായിട്ട്. അതിലേറ്റവും ഇന്ന് പ്രഭാതവേള ധ്യാനത്തിൽ ചിന്തിപ്പിച്ചൊരു ഭാഗം, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. പലപ്പോഴും ഇന്ന് ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ബഹുജനത്തെ അനുസരിച്ച് ദോഷം പ്രവൃത്തി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേരുടെ പ്രീതി സമ്പാദിക്കുവാൻ, ഒരുപാട് പേരുടെ വാക്കുകൾ കേട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, സമൂഹത്തിൽ ചിലപ്പോൾ ഉയർന്ന നിലയിൽ ഉന്നതിയിലേക്ക് വരുവാൻ, ഭൗമികമായ ചില വളർച്ചയിലേക്ക് എത്തപ്പെടുവാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയരെ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, കർത്താവിനെ അറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ എല്ലാം ജീവിതത്തിൽ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ബഹുജനത്തെ അനുസരിച്ച് ദോഷം അത് ചെയ്യരുത്. ഒരുപക്ഷെ നാം തനിയെ നിൽക്കേണ്ടി വന്നാലും നമ്മൾ എന്തിനു വേണ്ടി നിൽക്കണം? സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും നമ്മൾ നിലകൊണ്ടാൽ നമ്മളെ അറിയുന്നൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. പലപ്പോഴും അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, അത് അത്രയും പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യവുമല്ല. പക്ഷേ നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പോൾ ബഹുജനത്തെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് ഓർക്കും, ഇവർ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, സത്യത്തെ മൂടി വെക്കാൻ ശ്രമിക്കും. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുജനത്തെ അനുസരിച്ച് എന്ത് ചെയ്യരുത്? ദോഷം ചെയ്യരുത്. അതൊരു പക്ഷേ നമ്മളായിരിക്കുന്ന ജോലിസ്ഥലത്തോ, നമ്മളായിരിക്കുന്ന ദേശത്തോ, രാജ്യത്തോ, നമ്മളായിരിക്കുന്ന പട്ടണങ്ങളിലോ, നമ്മൾ വസിക്കുന്ന സ്ഥലത്തൊക്കെയാകാം. അവിടെ ചിലപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, ദോഷം പ്രവർത്തിക്കാനുള്ളൊരു പ്രലോഭനങ്ങളുണ്ടാകാം. അതിനെ മറികടന്നുകൊണ്ട് ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരുപാട് പേര് നമുക്കെതിരാണെങ്കിലും, ആളുകൾ മുഴുവനും നമുക്ക് പ്രതികൂലമാണെങ്കിലും, ഇന്ന് പ്രഭാതത്തിൽ ദോഷത്തിൽ നമ്മുടെ കാലുകൾ വിലക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനാണ് സ്തോത്രം. കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം, ശക്തീകരിക്കണം. പ്രാർത്ഥനകളോട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.